പ്രിയരെ നമസ്കാരം. വിഷ്ണു പുരാണത്തിൻ്റെ 5-ാമത്തെ വീഡിയോയിലേക്ക് മാന്യ സുഹൃത്തുക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യ 4 വീഡിയോകളിലായി പ്രപഞ്ചോൽപ്പത്തിയും ജീവജാലങ്ങളുടെ ഉൽപ്പത്തിയും വംശാവലികളും ധ്രുവൻ്റെയും വേനൻ്റെയും കഥകളും പ്രഹ്ലാദൻ്റെ ഭക്തി നിർഭരമായ ജീവിതത്തെക്കുറിച്ചുമെല്ലാം വിവരിച്ചു. വിഷ്ണു പുരാണത്തിൻ്റെ 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൽ 15 ഭാഗങ്ങളിലായി ഈ അധ്യായം ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. അതിലെ ആദ്യ ഭാഗത്തിൽ പ്രിയവ്രതൻ്റെ വംശപരമ്പരയുടെ വിവരണം ഉൾക്കൊള്ളുന്നു. മൈത്രേയൻ പരാശരനോട് ചോദിച്ചു, ഹേ മഹർഷേ, ഇനി സ്വയംഭൂവ മനുവിൻ്റെ പുത്രനായ പ്രിയവ്രതൻ്റെ വംശപരമ്പരയെക്കുറിച്ചുള്ള വിവരണം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരാശരൻ പറയുന്നു, പ്രിയവ്രതൻ കർമ്മദ മഹർഷിയുടെ മകളെയാണ് വിവാഹം കഴിച്ചത്. അവർക്ക് 2 പുത്രിമാരും 10 പുത്രന്മാരുമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ 3 ആൺമക്കളായ മേധൻ, അഗ്നിബാഹു, പുത്രൻ എന്നിവർക്ക് അവരുടെ മുൻ ജന്മങ്ങളെക്കുറിച്ച് ജ്ഞാനമുള്ളവരായിരുന്നു. അതിനാൽ അവർ രാജകീയ സൗകര്യങ്ങളിൽ തൽപരരായിരുന്നില്ല. ശേഷിക്കുന്ന 7 പുത്രന്മാരുടെ പേരുകളിൽ 7 ഭാഗങ്ങൾ അടങ്ങുന്ന രാജ്യം ലഭിച്ചത് അവരുടെ പിതാവായ പ്രിയവ്രതനിൽ നിന്നുമാണ്. തുടർന്ന് അദ്ദേഹം ശാൽഗ്രാം എന്ന പുണ്യസ്ഥലത്ത് തപസ്സനുഷ്ഠിച്ചു. അഷ്ടവസുക്കളിൽ ഒരാൾ ഹിമനായിരുന്നു. മേരുദേവിയാണ് അദ്ദേഹത്തിൻ്റെ പത്നി. അവർക്ക് ഋഷഭൻ എന്നൊരു പുത്രനുണ്ടായിരുന്നു. ഋഷഭന് 100 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ മൂത്ത വ്യക്തിയാണ് ഭരതൻ. ഋഷഭന് വാർദ്ധക്യം ബാധിച്ചപ്പോൾ തൻ്റെ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തം മൂത്ത പുത്രനായ ഭരതൻ്റെ മേൽ ചുമത്തിക്കൊണ്ട് അദ്ദേഹവും തപസ്സനുഷ്ഠിക്കുവാൻ വനാന്തരങ്ങളിലേക്ക് പിൻവാങ്ങി. അന്നു മുതൽ ഹിമാലയത്തിൻ്റെ മഞ്ഞുമൂടിയ കൊടുമുടികൾ മുതൽ ആർത്തലയ്ക്കുന്ന ഭാരത മഹാസമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ ഭൂപ്രദേശം ഭാരതവർഷം എന്നറിയപ്പെട്ടു. ഭരതന് മതബോധമുള്ള സുമതി എന്ന ഒരു പുത്രനുണ്ടായിരുന്നു. സുമതിയുടെ പുത്രനായിരുന്നു ഇന്ദ്രദ്യുമ്നൻ. ഇന്ദ്രദ്യുമ്നൻ്റെ പുത്രനാണ് പരമേഷ്ടി, പ്രതിഹാരൻ, പ്രതിഹർത്തൻ, ഭവൻ, ഉദ്ഗീതൻ, പ്രസ്താവൻ, പൃഥു, നഖൻ, ഗയൻ, നരൻ, വിരാടൻ, മഹാവീര്യൻ, ധീമാൻ, മഹാന്തൻ, മനസ്യു, ത്വസ്തൻ, വിരാജൻ, രാജൻ, ശതജിത്തൻ എന്നിങ്ങനെ പരമേഷ്ടിക്ക് ശേഷവും പ്രിയവ്രതൻ്റെ വംശം തുടർന്നുകൊണ്ടിരുന്നു. ശതജിത്തന് 100 പുത്രന്മാരുണ്ടായിരുന്നു. അവരുടെ പിൻഗാമികളും ഭൂമിയിൽ അധിവസിച്ചു. അവർ ഭാരതവർഷത്തെ 9 ഭാഗങ്ങളായി വിഭജിച്ചു. പ്രിയരെ, വിഷ്ണു പുരാണത്തിൻ്റെ 2-ാം അധ്യായത്തിലെ 2-ാം ഭാഗത്തിൽ ഭൂമിശാസ്ത്രപരമായ വിവരണങ്ങൾ നൽകുന്നു. ജംബു, പ്ലക്ഷ, ശൽമലി, കുശ, ക്രൗഞ്ച, ശഖ, പുഷ്കർ എന്നിങ്ങനെ 7 ദ്വീപുകളുണ്ട്. ഇവയെ ചുറ്റിപ്പറ്റി യഥാക്രമം ഉപ്പുവെള്ളം, കരിമ്പിൻ നീര്, വീഞ്ഞ്, നെയ്യ്, തൈര്, പാൽ, മധുരജലം എന്നിവയാൽ നിറഞ്ഞ സമുദ്രങ്ങളുമുണ്ട്. ജംബുദ്വീപ് മധ്യഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ജംബുദ്വീപിൻ്റെ മധ്യഭാഗത്ത് 84,000 യോജന ഉയരമുള്ള സുവർണ സുമേരു പർവ്വതം, അതായത് ഹിമാലയമുണ്ട്. ഹിമവാന്റെ തെക്ക് ഭാഗത്ത് ഹിമവാൻ, ഹേമകുട, നിഷാദ പർവ്വതങ്ങൾ, അതിൻ്റെ വടക്ക് ഭാഗത്ത് നീൽ, ശൃംഗി തുടങ്ങിയ പർവ്വതങ്ങളെല്ലാം 2000 യോജന ഉയരമുള്ളതും സമാനമായ വികാസമുള്ളതുമാണ്. സുമേരു പർവ്വതത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ടുള്ള ഭാരതവർഷമാണ് ആദ്യത്തെ ഭൂഖണ്ഡം. തുടർന്ന് കിംപുരു വർഷവും ഹരിവർഷവും സുമേരു പർവ്വതത്തിൻ്റെ വടക്ക് ഭാഗത്ത് ഹിരണ്യമായ വർഷം, ഉത്തരകുരു വർഷം എന്നിവയെ പിന്തുടർന്ന് വരുന്ന രമ്യക വർഷം ആദ്യ ഭൂഖണ്ഡമാണ്. ഈ ഭൂഖണ്ഡങ്ങളെല്ലാം 900 യോജനകളുടെ വ്യാപനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഭൂഖണ്ഡങ്ങളുടെ മധ്യഭാഗത്ത് സുമേരു പർവ്വതത്തെ വഹിക്കുന്ന ഇലവൃത വർഷമുണ്ട്. സുമേരു പർവ്വതത്തിൻ്റെ 4 വശങ്ങളിലും ഭീമാകാരമായ സുമേരുവിനെ പിന്തുണയ്ക്കുന്നതായി തോന്നിപ്പിക്കുന്ന 4 ചെറിയ പർവ്വതങ്ങളുണ്ട്. ഈ 4 പർവ്വതങ്ങളിൽ കിഴക്ക് മന്ദരാജൽ പർവ്വതവും തെക്ക് ഗന്ധമാന പർവ്വതവും വിപുല പർവ്വതം പടിഞ്ഞാറും സുപാർശു പർവ്വതം വടക്കുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ 4 പർവ്വതങ്ങളും 10,000 യോജനകൾ ഉയരമുള്ളവയാണ്. അവയിൽ കദംബം, ജംബു, ബോധിവൃക്ഷം അതായത് അരയാൽ, പേരാൽ അഥവാ വടവൃക്ഷം എന്നീ ഉയർന്ന വൃക്ഷങ്ങളുണ്ട്. ജംബു മരങ്ങൾ ധാരാളം ഉള്ളതിനാൽ ഈ ദ്വീപ് ജംബുദ്വീപ് എന്നറിയപ്പെട്ടു. ഈ വൃക്ഷം വിളയിക്കുന്ന വലിയ പഴങ്ങൾ ഭൂമിയിൽ വീണ് എല്ലായിടത്തും ചിതറിക്കിടക്കുന്നു. അവയുടെ നീര് ജംബു നദിക്ക് കാരണമാകുന്നു. വിയർപ്പ്, ദുർഗന്ധം, വാർദ്ധക്യം, ഇന്ദ്രിയങ്ങളുടെ നഷ്ടം തുടങ്ങിയ ദോഷങ്ങളെ അകറ്റി നിർത്തുന്നത് ഇതിലെ വെള്ളം കുടിക്കുന്നവരിൽ സംഭവിക്കുന്നു. ഈ പഴത്തിൻ്റെ നീര് ഉണങ്ങുമ്പോൾ മണ്ണിന് സ്വർണ്ണ നിറം ലഭിക്കുന്നു. സുമേരു പർവ്വതത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി ഭദ്രാശ വർഷവും പടിഞ്ഞാറ് ഭാഗത്തായി കേതുമാൾ വർഷവും സ്ഥിതി ചെയ്യുന്നു. രണ്ടിനുമിടയിൽ ഇലവൃത വർഷവും സ്ഥിതി ചെയ്യുന്നു. മേരു പർവ്വതത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി ചൈത്രരഥ വനമുണ്ട്. തെക്ക് ഭാഗത്ത് ഗന്ധമാന പർവ്വതവും പടിഞ്ഞാറ് ഭാഗത്ത് വൈഭ്രാജും വടക്ക് ഭാഗത്ത് നന്ദനവനവുമുണ്ട്. സുമേരു പർവ്വതത്തിൽ അരുണോദയം, മഹാഭദ്രം, അസിതോപം, മാനസം എന്നീ പേരുകളുള്ള 4 പുണ്യ തടാകങ്ങളുമുണ്ട്. ശിതമ്പ്, കുമുണ്ട്,
കുക്രി, മാല്യവൻ, വൈവാങ്ക് എന്നിവ സുമേരുവിൻ്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടികളിൽ ചിലതാണ്. തെക്ക് ഭാഗത്ത് ത്രികുട, ശിശിര, പതങ്ക്, രുചക്, നിഷാദ് എന്നീ കൊടുമുടികളുണ്ട്. പടിഞ്ഞാറ് ഭാഗത്ത് ശിഖവാസ, വൈധുര്യ, കപിൽ, ഗന്ധമാദൻ, ജാരുതി എന്നീ കൊടുമുടികളും വടക്ക് ശംഖുകുട, ഋഷഭം, ഹൻസ്, നാഗ, കാലഞ്ച് എന്നീ കൊടുമുടികളും സ്ഥിതി ചെയ്യുന്നു. മേരു പർവ്വതത്തിന് മുകളിലായി ബ്രഹ്മാവിൻ്റെ ബ്രഹ്മപുരി സ്ഥിതി ചെയ്യുന്നു. അതിന് 14,000 യോജന വിസ്തൃതിയുണ്ട്. ഭഗവാൻ വിഷ്ണുവിൻ്റെ പാദങ്ങളിൽ ഉത്ഭവിക്കുന്ന ഗംഗ ചന്ദ്രഗോളത്തെ ചുറ്റി ബ്രഹ്മപുരിയിൽ പതിക്കുന്നു. അവിടെ നിന്നുമത് സീത, ചക്ഷു, അളകനന്ദ, ഭദ്ര എന്നിങ്ങനെ 4 നദികളായി പിരിഞ്ഞ് 4 ദിശകളിലേക്ക് ഒഴുകുന്നു. ഭാരതം, കേതുമാൽ, ഭദ്രാശ്വ, കുരു എന്നീ ഭൂപ്രദേശങ്ങൾ താമരയുടെ ആകൃതിയിൽ കാണപ്പെടുന്നു. മേരു പർവ്വതത്തെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ കൊടുമുടികളിലും മനോഹരമായ ഗുഹകളുണ്ട്. മനോഹരമായ പട്ടണങ്ങളും ഉദ്യാനങ്ങളുമുണ്ട്. ഈ പട്ടണങ്ങളിൽ ലക്ഷ്മി, വിഷ്ണു, അഗ്നി, സൂര്യൻ എന്നിവരുടെ മനോഹരമായ ക്ഷേത്രങ്ങളുണ്ട്. ഈ പർവ്വതങ്ങളിലെ മലയിടുക്കുകളിൽ ഗന്ധർവന്മാർ, രാക്ഷസന്മാർ, യക്ഷന്മാർ, ദാനവന്മാർ എന്നിവർ വസിക്കുന്നു. അവരെ കൂടാതെ നിരവധി മതവിശ്വാസികളും അവിടെ താമസിക്കുന്നു. ഭദ്രാശ വർഷത്തിൽ ഭഗവാൻ വിഷ്ണു കുതിരയുടെ തലയോടുകൂടിയ മനുഷ്യരൂപമുള്ള ഹയഗ്രീവൻ ആയി വസിക്കുന്നു. കേതുമാൾ വർഷത്തിൽ അദ്ദേഹം പന്നിയുടെ രൂപത്തിലും, ഭാരത വർഷത്തിൽ അദ്ദേഹം ആമയുടെ രൂപത്തിലും, കുരു വർഷത്തിൽ മത്സ്യരൂപത്തിലും വസിക്കുന്നു. അങ്ങനെ ഭഗവാൻ വിഷ്ണു എല്ലായിടത്തുമുണ്ട്. ഈ 8 ഭൂഖണ്ഡങ്ങളിലെയും ആളുകൾ എല്ലാത്തരം ദുഃഖങ്ങളിൽ നിന്നും, വേദനകളിൽ നിന്നും, വികാരങ്ങളിൽ നിന്നും, വിശപ്പിൽ നിന്നും മുക്തരാണ്. കൂടാതെ 10,000-ഓ 12,000-ഓ വർഷം വരെ അവരുടെ ജീവിതം നീണ്ടു നിൽക്കുന്നു. ആരോഗ്യകരവും സമ്പന്നവുമായ ജീവിതം നയിക്കുന്നു. ഈ ഭൂഖണ്ഡങ്ങളിലെല്ലാം 7 തദ്ദേശീയ പർവ്വതങ്ങളുണ്ട്. അവയിൽ നിന്ന് 100 കണക്കിന് നദികൾ ഉത്ഭവിക്കുന്നു. പ്രിയരെ, 2-ാം അധ്യായത്തിലെ 3-ാം ഭാഗത്തിൽ ഭാരതത്തിൻ്റെയും മറ്റ് ഭൂപ്രദേശങ്ങളുടെയും വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഹിമാലയത്തിനും സമുദ്രത്തിനും ഇടയിലുള്ള ഭൂപ്രദേശം ഭാരതം എന്നറിയപ്പെടുന്നു. ഇതിന് 9,000 യോജന വിസ്തൃതിയുണ്ട്. ഭരതൻ്റെ പിൻഗാമികൾ ഇവിടെ വസിക്കുന്നു. മഹേന്ദ്ര, മലയ, സഹായ, ശുക്തിമാൻ, ഋഷ, വിന്ധ്യ, പരിയത്ര എന്നീ 7 തദ്ദേശീയ പർവ്വതങ്ങളുണ്ട് ഇവിടെ. ഭരതവർഷത്തിൽ ഇന്ദ്രദ്വീപ്, കസേരു, താമ്രപർണി, ഗപസ്തിമാൻ, നാഗദ്വീപ്, ഗന്ധർവൻ, വരുണൻ, യഹദ്വീപ് എന്നിങ്ങനെ 9 വിഭാഗങ്ങളുണ്ട്. കടലിനാൽ ചുറ്റപ്പെട്ടതും 1000 യോജനകൾ വ്യാപിച്ച് കിടക്കുന്നതുമാണ് ഭാരതവർഷം. ഭാരതത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് കിരാതരും പടിഞ്ഞാറൻ ഭാഗത്ത് യവനന്മാരും വസിക്കുന്നു. ഭാരതത്തിൻ്റെ മധ്യഭാഗത്ത് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിവരുടെ ജനസംഖ്യ അവരവരുടെ വർഗത്തിൽപ്പെട്ട പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു. ഭാരതത്തിലെ നദികളിൽ ഹിമാലയത്തിൽ നിന്ന് ശതുദ്രി, അതായത് സത്ലജ്, ചന്ദ്രഭാഗ എന്നീ നദികൾ ഉത്ഭവിക്കുന്നു. പരിയത്ര പർവ്വതത്തിൽ നിന്ന് വേദ, സ്മൃതി എന്നീ നദികൾ ഒഴുകി വരുന്നു. വിന്ധ്യാചലിൽ നിന്നാണ് നർമ്മദയും സുരസയും ഉത്ഭവിക്കുന്നത്. തപി, പയോഷ്ണി, നിർവിന്ധ്യ നദികൾ ഋഷപർവ്വതത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. സഹ്യപർവ്വത നിരകളിൽ നിന്നുമാണ് ഗോദാവരി, ഭീമരതി, കൃഷ്ണവേണി എന്നീ നദികൾ ഉത്ഭവിക്കുന്നത്. കൃതമാല, താമ്രപർണി നദികൾ മലയാച്ചൽ അഥവാ മലയ പർവ്വതത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. മഹേന്ദ്രഗിരിയിൽ നിന്നുമാണ് ത്രിമാസ, ആര്യകുല്യ നദികൾ ഉത്ഭവിക്കുന്നത്. ഋഷികുല്യ, കുമാരി നദികൾ ശുക്തിമാൻ പർവ്വതത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഈ നദികൾക്കെല്ലാം മറ്റ് ശാഖകളും പോഷക നദികളുമുണ്ട്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നിങ്ങനെ 4 യുഗങ്ങൾ ഭാരതവർഷത്തിലൂടെ പ്രതിഫലിക്കുന്നു. ഭാരതവർഷത്തിൽ ഋഷിമാർ മറ്റൊരു ലോകത്ത് മെച്ചപ്പെട്ട ജീവിതം തേടുന്നതിനായി തപസ്സു ചെയ്യുകയും ആളുകൾ യാഗങ്ങൾ സംഘടിപ്പിക്കുകയും ബ്രാഹ്മണർക്ക് ആദരപൂർവ്വം ദാനം നൽകുകയും ചെയ്യുന്നു. ജംബുദ്വീപിൽ ഭഗവാൻ വിഷ്ണുവിനെ യാഗങ്ങളിൽ ആരാധിക്കുന്നു. ജംബുദ്വീപിലെ ഏറ്റവും മികച്ച ഭൂമിയാണ് ഭാരതവർഷം. കാരണം അത് കർമ്മഭൂമിയാണ്. ആത്മാവ് ദശലക്ഷക്കണക്കിന് ജന്മങ്ങളിലൂടെ കടന്നു പോകുന്നു. അതിനുശേഷം മാത്രമേ അതിൻ്റെ പുണ്യകർമ്മങ്ങൾ ഒരു പരിധിവരെ ശേഖരിക്കപ്പെടുമ്പോൾ ഭാരതവർഷത്തിൽ ജനിക്കാൻ അവസരം കണ്ടെത്തുവാനാകൂ. ഭാരതവർഷത്തിൽ ജനിക്കുന്നവരോട് ദേവന്മാർ പോലും അസൂയപ്പെടുന്നു. ഭാരതവർഷത്തിലെ ആളുകൾ അവരുടെ കർമ്മത്തിൻ്റെ ഫലം ആഗ്രഹിക്കാതെ പ്രവർത്തിക്കുന്നു. അവർ തങ്ങളുടെ മുഴുവൻ കർമ്മവും ഭഗവാൻ വിഷ്ണുവിന് സമർപ്പിക്കുകയും ഒടുവിൽ അവനിൽ ലയിക്കുകയും ചെയ്യുന്നു. പ്രിയരെ, വിഷ്ണു പുരാണത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 4-ാം ഭാഗത്തിൽ മറ്റു ദ്വീപുകളുടെ വിവരണങ്ങൾ നൽകുന്നു. 2 ലക്ഷം യോജനകളുടെ വിപുലീകരണമാണ് പ്ലക്ഷദ്വീപിനുള്ളത്. അതിൻ്റെ ഭരണാധികാരിയായ മേഘാതിഥിക്ക് ശാന്തൻ, ശിശിരൻ, സുഗോദയൻ, ആനന്ദൻ, ശിവൻ, ക്ഷേമകൻ, ധ്രുവൻ എന്നീ 7 പുത്രന്മാരുണ്ടായിരുന്നു. ആ 7 രാജകുമാരന്മാരും പിന്നീട് പ്ലക്ഷദ്വീപ് ഭരിച്ചു. അതിനാൽ ഈ 7 രാജകുമാരന്മാരുടെ പേരിലുള്ള 7 വിഭാഗങ്ങൾ പ്ലക്ഷദ്വീപിനുണ്ടായിരുന്നു.
ഗോമേദ്, ചന്ദ, നാരദ, ദുന്ദുബി, ശോഭക്, സുമാന, വൈബ്രാജ് എന്നീ 7 പർവ്വതങ്ങൾ പ്ലക്ഷദ്വീപിന്റെ അതിരുകൾ രേഖപ്പെടുത്തുന്നു. പ്ലക്ഷദ്വീപിലെ ജനങ്ങൾ ദീർഘവും സന്തോഷപ്രദവുമായ ജീവിതം നയിക്കുന്നു. അനുതപ്ത, ശിഖി, വിഭാഷ, ത്രിദിവ്യ, അക്ലമ, അമൃത, സുഹൃത എന്നിങ്ങനെ 7 നദികൾ പ്ലക്ഷദ്വീപിലൂടെ ഒഴുകുന്നു. പ്ലക്ഷദ്വീപ് മുതൽ ശഖദ്വീപ് വരെയുള്ള എല്ലാ ദ്വീപുകളും ത്രേതായുഗത്തിൽ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. പ്ലക്ഷദ്വീപ് ധാരാളം പാക്കാട്ട് മരങ്ങളാൽ സമൃദ്ധമാണ്. ശൽമലി ദ്വീപ്, അവിടെ വിഷ്ണുവിനെ സോമനായി ആരാധിക്കുന്നു. വായുഷ്മാൻ ശൽമലി ദ്വീപിൻ്റെ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിനും 7 പുത്രന്മാരുണ്ടായിരുന്നു. അവർ ശ്വേതർ, ഹരിതൻ, ജിബൂതൻ, രോഹിതൻ, വൈദ്യുതൻ, മാനസൻ, സുപ്രഭൻ എന്നിവരാണ്. അതിനാൽ തന്നെ ശൽമലി ദ്വീപിനെയും ഈ 7 പുത്രന്മാരുടെ പേരുകളിൽ 7ആയി വിഭജിക്കപ്പെട്ടു. ഈ ദ്വീപിനെ ചുറ്റിപ്പറ്റി കരിമ്പിൻ നീര് നിറഞ്ഞ ഒരു കടലുണ്ട്. എല്ലാ രത്നങ്ങളുടെയും ഉറവിടമായ 7 പർവ്വതങ്ങളും ശൽമലി ദ്വീപിലാണ്. ഈ ദ്വീപിൽ 7 നദികൾ ഒഴുകുന്നതോടൊപ്പം തന്നെ ഈ നദികളിൽ എണ്ണമറ്റ ഔഷധ സസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഭഗവാൻ വിഷ്ണുവിനെ വായുരൂപത്തിൽ അവിടെ ആരാധിക്കുന്നു. സമുൽ അഥവാ സിൽക്ക് കോട്ടൺ മരങ്ങൾ ധാരാളമായി കാണപ്പെടുന്നതിനാൽ ഈ ദ്വീപ് ഷൽമലി ദ്വീപ് എന്നറിയപ്പെടുന്നു. ഈ ദ്വീപിനെ ചുറ്റിപ്പറ്റി വീഞ്ഞിൻ്റെ ഒരു കടലുമുണ്ട്. കുശദ്വീപ്, കുശദ്വീപിൻ്റെ ഭരണാധികാരിയായിരുന്ന ജ്യോതിഷ്മാന് വേണുമാൻ, വൈരന്തൻ, ലംബൻ, ഗിർദി, പ്രഭാകരൻ, കപിലൻ എന്നിങ്ങനെ 7 പുത്രന്മാരുണ്ടായിരുന്നു. കുശദ്വീപിൻ്റെ വിഭജനങ്ങൾക്ക് ഈ പുത്രന്മാരുടെ നാമധേയമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദ്വീപിലും 7 പർവ്വതങ്ങളും 7 നദികളുമുണ്ട്. ഇവിടെ ജനാർദ്ദന രൂപത്തിലാണ് വിഷ്ണുവിനെ ആരാധിക്കുന്നത്. കുശപ്പുല്ല് അതായത് ദർഭപ്പുല്ല് ധാരാളമായി കാണപ്പെടുന്നതിനാൽ ഈ ദ്വീപിന് കുശദ്വീപ് എന്ന പേര് വന്നു. നെയ്യ് കൊണ്ടുള്ള ഒരു കടൽ ഈ ദ്വീപിനെ ചുറ്റിപ്പറ്റിയുണ്ട്. ക്രൗഞ്ചദ്വീപ്, ക്രൗഞ്ചദ്വീപിൻ്റെ ഭരണാധികാരിയായിരുന്ന ദ്യുതിമാന് കുശലൻ, മന്ദകൻ, ഉഷ്ണൻ, പീവരൻ, അന്ധകാരൻ, മുനി, ദുന്ദുംബി എന്നിങ്ങനെ 7 പുത്രന്മാരുണ്ടായിരുന്നു. അതിനാൽ തന്നെ ക്രൗഞ്ചദ്വീപിൻ്റെ 7 വിഭജനങ്ങൾക്കും ഈ രാജകുമാരന്മാരുടെ പേരുകൾ ലഭിച്ചു. ഈ ദ്വീപിലും 7 പർവ്വതങ്ങളും 100 കണക്കിന് ചെറുനദികളും നിരവധി പോഷക നദികളുമുള്ള 7 പ്രധാന നദികളുണ്ട്. യജ്ഞങ്ങളിലൂടെ രുദ്രരൂപത്തിൽ ഭഗവാൻ വിഷ്ണുവിനെ അവിടെ ആരാധിക്കുന്നു. ഇതിനെ ചുറ്റിപ്പറ്റി മോര് നിറഞ്ഞ കടലുണ്ട്. ശഖദ്വീപ്, ശഖദ്വീപിൻ്റെ ഭരണാധികാരിയായിരുന്ന ഭവ്യന് കുമാരൻ, സുകുമാരൻ, മാരീചകൻ, കുടുമോദൻ, മൗദകി, മഹാസമുദ്രം എന്നീ 7 പുത്രന്മാരും ഉണ്ടായിരുന്നു. അതിനാൽ ഈ ദ്വീപിൻ്റെ എല്ലാ വിഭാഗങ്ങൾക്കും ഈ രാജകുമാരന്മാരുടെ പേരുകളിലാണ് അറിയപ്പെടുന്നത്. പതിവ് പോലെ ശഖദ്വീപിലും 7 പർവ്വതങ്ങളും 7 പുണ്യനദികളുമുണ്ട്. ഭഗവാനെ സൂര്യരൂപത്തിൽ ഇവിടെ ആരാധിക്കുന്നു. ശഖവൃക്ഷങ്ങൾ ധാരാളമായി കാണപ്പെടുന്നതിനാൽ ഈ ദ്വീപിന് ശഖദ്വീപ് എന്ന പേര് ലഭിച്ചു. ഈ ദ്വീപിനെ ചുറ്റിപ്പറ്റിയാണ് പാൽക്കടൽ ഉള്ളത്. പുഷ്കരദ്വീപ്, 7 ദ്വീപുകളിലെ ഏറ്റവും വലുതാണ് പുഷ്കരദ്വീപ്. അതിൻ്റെ ഭരണാധികാരിയായ സാവന് മഹാവീരൻ, ധാടകി എന്നീ 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഈ ദ്വീപിന് മഹാവീരകണ്ട്, ധാടകികണ്ട് എന്നീ 2 വിഭാഗങ്ങളാണുള്ളത്. ഈ മഹാദ്വീപിൻ്റെ മധ്യഭാഗത്തായി മൻസ്ത്രോം എന്ന വലിയ പർവ്വതം സ്ഥിതി ചെയ്യുന്നു. ഈ ദ്വീപിലെ ഒരു വലിയ ആൽമരത്തിൽ ബ്രഹ്മാവ് വസിക്കുന്നു. മധുരതരമായ വെള്ളം ഉൾക്കൊള്ളുന്ന ഒരു കടൽ ഈ ദ്വീപിനെ ചുറ്റിയിരിക്കുന്നു. പ്രിയരെ, വിഷ്ണു പുരാണത്തിൻ്റെ 2-ാം അധ്യായത്തിലെ 5-ാം ഭാഗം പാതാള ലോകങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഭൂമിയുടെ ആകെ ഉയരം 70,000 യോജനകളാണ്. അതിൻ്റെ ഉള്ളടക്കത്തിൽ യഥാക്രമം 10,000 യോജനകൾ ആഴമുള്ള 7 പാതാള ലോകങ്ങളുണ്ട്. ഈ പാതാള ലോകങ്ങൾ അടലലോകം, വിതലലോകം, നിതലലോകം, ഗസ്തിമാൻ ലോകം, മഹാതല ലോകം, സുതലലോകം, പാതാള ലോകം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഈ പാതാള ലോകങ്ങളിൽ മനോഹരമായ കൊട്ടാരങ്ങളുണ്ട്. കൂടാതെ വെള്ള, കറുപ്പ്, ചുവപ്പ്, മഞ്ഞ നിറങ്ങളുള്ള ചരൽ, പാറ, സ്വർണ്ണമണ്ണ് എന്നിവയാൽ നിറഞ്ഞ ഭൂമിയുണ്ട്. ദാനവർ, ദൈത്യർ, യക്ഷൻ, നാഗങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി വംശങ്ങൾ അവിടെ താമസിക്കുന്നു. ഒരിക്കൽ നാരദൻ ഈ പാതാള ലോകങ്ങൾ സന്ദർശിച്ചിരുന്നു. സ്വർഗത്തിലേക്ക് മടങ്ങിയെത്തിയ അദ്ദേഹം പാതാള ലോകം സ്വർഗത്തേക്കാൾ മനോഹരമാണെന്ന് സ്വർഗീയവാസികളോട് വെളിപ്പെടുത്തി. നാഗങ്ങളുടെ ആഭരണങ്ങളിൽ വിലയേറിയ രത്നക്കല്ലുകളുണ്ടെന്നും ദൈത്യ ദാനവ സ്ത്രീജനങ്ങൾ ദേവന്മാരെക്കാളും ആകർഷണീയരാണെന്നും അവരെ ബോധിപ്പിച്ചു. പാതാള ലോകങ്ങളിൽ സൂര്യൻ കത്തുന്നതിന് പകരം പ്രകാശിക്കുകയാണ്. അതുപോലെ ചന്ദ്രൻ പ്രഭ ചൊരിയുന്നതല്ലാതെ കഠിനമായ തണുപ്പ് കൊണ്ടുവരുന്നില്ല. പാതാള ലോകങ്ങൾക്ക് താഴെ ഭഗവാൻ വിഷ്ണുവിൻ്റെ ഒരു വിഗ്രഹരൂപം സ്ഥിതി ചെയ്യുന്നു. ആ വിഗ്രഹം ശേഷൻ എന്നറിയപ്പെടുന്നു. അസുരന്മാർക്കും രാക്ഷസന്മാർക്ക് പോലും അവൻ്റെ ഗുണങ്ങൾ വിവരിക്കാൻ സാധിക്കുന്നില്ല. ദിശങ്കകോടി പ്രകാശിക്കുന്ന ഒരു തിളക്കമുള്ള രത്നം വഹിക്കുന്ന ആയിരക്കണക്കിന് നാഗപടങ്ങൾ അവനുണ്ട്.
അവൻ്റെ അസാന്നിധ്യത്തിൽ അസുരന്മാരുടെ ശക്തി ക്ഷയിക്കാം. അവൻ്റെ കണ്ണുകൾ ചുവന്നിരിക്കുന്നു. ഒരു കമ്മൽ, കിരീടം, മാല, നീലനിറമുള്ള തുണി എന്നിവ ധരിച്ചിരിക്കുന്നു. ഗംഗാപ്രവാഹം വഹിച്ചുകൊണ്ട് അവൻ കൈലാസപർവ്വതം പോലെ നിലകൊള്ളുന്നു. കൽപ്പത്തിൻ്റെ അവസാനത്തിൽ അവൻ്റെ ആയിരക്കണക്കിന് നാഗപടങ്ങളിൽ നിന്ന് വിഷം ചീറ്റുകയും ശങ്കരൻ്റെ രുദ്രരൂപം സ്വീകരിച്ച് 3 ലോകങ്ങളെയും നശിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ്റെ ഗുണങ്ങളുടെ അറ്റം കണ്ടെത്താൻ ആർക്കും കഴിയില്ല. അതിനാൽ അവൻ അനന്തൻ എന്നും അറിയപ്പെടുന്നു. പ്രിയരെ, 2-ാം അധ്യായത്തിലെ 6-ാം ഭാഗത്തിൽ നരകങ്ങളുടെ വിവരണമാണ് ലഭിക്കുക. ഭൂമിക്കും വെള്ളത്തിനും അടിയിൽ നരകങ്ങൾ സ്ഥിതി ചെയ്യുന്നു. അതിലേക്ക് പാപികളെ തള്ളുന്നു. രൗരവ്, സുകര, രോധ, തൽ, വിഷസൻ, മഹാജ്വാൽ, തപ്തകുംഭം, ലവൻ, വിലോഹിത്, രുധിരമ്പ്, വൈതർണി, ക്രിമിഷ്, കൃമിഭോജൻ, അസിപത്രവൻ, കൃഷ്ണ, ലാലഭക്ഷ, ദാരുണ, പായുവഹ്, പാബ്, വന്യജ്വാൽ, അധക്ഷിര, സന്തൻഷ്, കാലസൂത്ര, തമസ്, അവിച്ചി, സ്വഭോജൻ, അപ്രതിഷ്ഠിത്, അപ്രാച്ചി എന്നിവയാണ് പ്രധാന നരകങ്ങൾ. ഈ നരകങ്ങളെല്ലാം യമരാജൻ്റെ അധീനതയിലുള്ളതാണ്. കള്ളസാക്ഷ്യം പറയുന്നവരെ രൗരവ നരകത്തിൽ എറിയുന്നു. ഗർഭസ്ഥ ശിശുക്കളെയും പശുക്കളെയും കൊല്ലുന്നവരും ഗ്രാമങ്ങൾ നശിപ്പിക്കുന്നവരും രോധനരകത്തിൽ എറിയപ്പെടുന്നു. മദ്യപിക്കുന്നവരെയും ബ്രാഹ്മണഹത്യ നടത്തുന്നവരെയും സ്വർണം മോഷ്ടിക്കുന്നവരെയും സുകര നരകത്തിലേക്ക് എറിയുന്നു. ക്ഷത്രിയരെയോ വൈശ്യരെയോ കൊല്ലുന്നവർ തൽ നരകത്തിലേക്ക് എറിയപ്പെടുന്നു. ഗുരുവിൻ്റെ പത്നിയുമായോ സ്വന്തം സഹോദരിയുമായോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടവർ തപ്തകുംഭ നരകത്തിലേക്ക് എറിയപ്പെടുന്നു. സ്ത്രീകളെയും കുതിരകളെയും വിൽക്കുന്നവർ തപ്തലോഹ നരകത്തിൽ എറിയപ്പെടുന്നു. മരുമകളുമായോ മകളുമായോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ മഹാജ്വല നരകത്തിലേക്ക് എറിയപ്പെടുന്നു. ഗുരുക്കന്മാരെയും വേദങ്ങളെയും വിമർശിക്കുന്നവരും വേദങ്ങൾ വിൽക്കുന്നവരും ലവണ നരകത്തിൽ എറിയപ്പെടുന്നു. സാമൂഹിക മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവർ വിലോഹിത നരകത്തിലും, ദേവന്മാരോടും ബ്രാഹ്മണരോടും അവരുടെ മാതാപിതാക്കളോടും അസൂയപ്പെടുന്നവർ കൃമിഭക്ഷ നരകത്തിലും വീഴുന്നു. മാതാപിതാക്കളും ദേവന്മാരും അതിഥികളും കഴിക്കുന്നതിന് മുൻപ് ആദ്യം ഭക്ഷണം കഴിക്കുന്നവർ ലാലഭക്ഷ നരകത്തിൽ വീഴുന്നു. അമ്പുകൾ ഉണ്ടാക്കുന്നവർ വേദ നരകത്തിൽ വീഴുന്നു. വാളുകൾ ഉണ്ടാക്കുന്നവർ വിഷ്സന നരകത്തിൽ പതിക്കുന്നു. പരദൂഷണം പറയുന്നവരും സുഹൃത്തുക്കളെ കൊല്ലുന്നവരും മദ്യം വിൽക്കുന്നവരും രുദ്രാന്ത നരകത്തിൽ വീഴുന്നു. യാഗങ്ങളെയും ഗ്രാമങ്ങളെയും നശിപ്പിക്കുന്നവർ വൈതരണി നരകത്തിലേക്ക് എറിയപ്പെടുന്നു. അങ്ങനെ പാപികൾ ഈ നരകങ്ങളിലും മറ്റ് പല നരകങ്ങളിലും നിരവധി പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. ഈ പാപികൾ നരകത്തിൽ ജീവിതം തള്ളി നീക്കിയ ശേഷം പുഴുക്കളായും ജലജീവികളായും പക്ഷികളായും ഭൂമിയിലെ മൃഗങ്ങളായും മനുഷ്യരായും മതവിശ്വാസികളായും ജനിക്കുന്നു. പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാത്ത പാപികൾ മാത്രമേ നരകത്തിൽ വീഴുകയുള്ളൂ. പാപങ്ങൾ ചെയ്തതിനു ശേഷം മനസാക്ഷിയിൽ കുറ്റബോധം തോന്നുന്ന പാപികൾക്ക് നമ്മുടെ ഋഷിമാർ പ്രായശ്ചിത്തം വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഭഗവാന്റെ നാമസ്മരണ തന്നെ ഏറ്റവും വലിയ പ്രായശ്ചിത്തമാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഭഗവാന്റെ നാമസ്മരണ ഉണ്ടായാൽ മുൻകാല പാപങ്ങളെല്ലാം തൽക്ഷണം നശിപ്പിക്കപ്പെടുന്നു. അതിനാൽ വസുദേവ നാമസ്മരണം മോക്ഷം നേടുവാനുള്ള ഉറപ്പായ മാർഗമാണ്. അങ്ങനെ വിഷ്ണുവിൻ്റെ നാമം ജപിക്കുകയും സ്മരിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും നരകത്തിൽ വീഴില്ല. കാരണം അതോടെ അവരുടെ പാപങ്ങൾ നശിച്ചുപോയി. ഒരാൾക്ക് സുഖം തോന്നുന്നതെന്തും സ്വർഗമാണ്. അതിൻ്റെ വിപരീതമാണ് നരകം. 2-ാം അധ്യായത്തിലെ 7-ാം ഭാഗത്തിൽ ആകാശലോകങ്ങളുടെ, അതായത് സ്വർലോകങ്ങളുടെ വിവരണമാണുള്ളത്. മൈത്രേയൻ ചോദിച്ചു, ഹേ ബ്രാഹ്മണരെ, സ്വർഗങ്ങളെക്കുറിച്ചും അവിടെയുള്ള നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും സ്ഥാനങ്ങളെക്കുറിച്ചും ദയവായി വിവരിച്ചു നൽകൂ. പരാശരൻ പറഞ്ഞു, ഭൂമിയിൽ നിന്ന് 1,00,000 യോജനകൾ ഉയരത്തിൽ സൂര്യൻ എന്ന ഗോളമുണ്ട്. 1,00,000 യോജനകൾക്ക് മുകളിലായി ചന്ദ്രൻ്റെ ഗോളവും 1,00,000 യോജനകളുടെ മുകളിലായി നക്ഷത്രങ്ങളുടെ ഗോളങ്ങളുമുണ്ട്. 2,00,000 യോജനകൾക്ക് മുകളിൽ ബുദ്ധഗോളവും 2,00,000 യോജനകൾക്ക് മുകളിലായി തന്നെ ശുക്രഗോളവുമുണ്ട്. 2,00,000 യോജനകൾ വീതം ഉയരത്തിൽ മംഗൾ അഥവാ ചൊവ്വ, ബൃഹസ്പതി അഥവാ വ്യാഴം, ശനി എന്നീ ഗോളങ്ങളുമുണ്ട്. ശനിയുടെ 1,00,000 യോജനകൾക്ക് മുകളിൽ സപ്തഋഷിയും അതിനു മുകളിലായി 1,00,000 യോജനകൾ കൂടി കടന്നാൽ ധ്രുവന്റെ ഗോളവുമാണ്. ഇത് ശോഭയുള്ള വളയത്തിൻ്റെ കേന്ദ്രമായി കാണപ്പെടുന്നു. ധ്രുവത്തിന് മുകളിലുള്ള 1 കോടി യോജനകൾ മഹർലോകമാണ്. അവിടെ ഭൃഗുവിനെ പോലുള്ള മഹർഷിമാർ വസിക്കുന്നു. മഹർലോകത്തിന് മുകളിലുള്ള 2 കോടി യോജനകൾ ജനലോകമാണ്. അവിടെ ബ്രഹ്മാവിൻ്റെ പുത്രന്മാരായ സനകാദി കുമാരന്മാർ താമസിക്കുന്നു. ജനലോകത്തിന് മുകളിലുള്ള 8,00,000 യോജനകൾക്ക് മുകളിൽ ഒരിക്കലും അഗ്നിജ്വാലകൾക്ക് വിധേയരാകാത്ത തപലോക ദേവതകളുമുണ്ട്. തപലോകത്തിന് മുകളിലുള്ള 12 കോടി യോജനകൾ സത്യലോകമാണ്. സത്യലോകം ബ്രഹ്മലോകം എന്നും അറിയപ്പെടുന്നു. അമർത്യരായ ജീവികൾ മാത്രമേ അവിടെ വസിക്കുന്നുള്ളൂ. പ്രിയരെ, 2-ാം അധ്യായത്തിലെ 8-ാം ഭാഗത്തിൽ സൂര്യൻ്റെയും നക്ഷത്രങ്ങളുടെയും മറ്റു നക്ഷത്ര സമൂഹങ്ങളുടെയും ക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു.
സൂര്യൻ ഒരു അസ്ത്രം പോലെ ആകാശത്തിലൂടെ വേഗത്തിൽ സഞ്ചരിക്കുന്നു. രാത്രിയും പകലും അവൻ നിർണയിക്കുന്നു. സൂര്യൻ്റെ ഉദയവും അസ്തമയവും അനുസരിച്ച് ഒരാൾക്ക് ദിശകൾ അറിയാൻ കഴിയും. ബ്രഹ്മലോകം ഒഴികെ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും സൂര്യൻ പ്രകാശം പരത്തുന്നു. ബ്രഹ്മലോകത്തിലെത്തുന്ന സൂര്യരശ്മികൾ ബ്രഹ്മാവിൻ്റെ തേജസ്സിനാൽ ഫലപ്രദമാകാതെ തിരികെ മടങ്ങുന്നു. സുമേരു പർവ്വതം എല്ലാ ദ്വീപുകളുടെയും വർഷങ്ങളുടെയും വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതിനാൽ ഭൂമിയുടെ ഒരു ഭാഗം പകലും മറ്റൊരു ഭാഗം മുഴുവൻ സമയവും രാത്രിയും അനുഭവിക്കുന്നു. തേജസ്സുള്ള സൂര്യപ്രകാശം പുറപ്പെടുവിക്കുന്ന സൂര്യൻ അസ്തമിക്കുന്നത് തീയുമായി ലയിച്ചാണ്. അതിനാൽ അഗ്നിക്ക് അതിൻ്റെ പരിസ്ഥിതിയെ പ്രകാശിപ്പിക്കാനും ചൂടാക്കാനും കഴിവുണ്ട്. ഉത്തരായനത്തിൻ്റെ, അതായത് സൂര്യൻ്റെ വടക്കോട്ടുള്ള ചലനത്തിൻ്റെ തുടക്കത്തിൽ സൂര്യൻ മകരൻ രാശിയിൽ പ്രവേശിക്കുന്നു. കുംഭം, മീനം എന്നിവയിലൂടെ സഞ്ചരിച്ച് ഭൂമിയുടെ മധ്യഭാഗത്തുള്ള ഭൂമധ്യരേഖയിലെത്തുന്നു. അതിനുശേഷം പകലുകളെ അപേക്ഷിച്ച് രാത്രികൾ കുറയാൻ തുടങ്ങുന്നു. തുടർന്ന് മേടം, ഇടവം, മിഥുനം എന്നിവയിലൂടെ സഞ്ചരിച്ച് സൂര്യൻ കർക്കിടകത്തിൽ പ്രവേശിച്ച് തെക്കോട്ടുള്ള യാത്ര ആരംഭിക്കുന്നു. പകലിനും രാത്രിക്കും ഇടയിലുള്ള സമയം സന്ധ്യാസമയമാണ്. ആ സമയത്ത് ഭീമാകാരന്മാരായ അസുരന്മാരെ സൂര്യൻ വിഴുങ്ങാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവർ സൂര്യനുമായി കടുത്ത പോരാട്ടം നടത്തുന്നു. സന്ധ്യാസമയത്ത് പണ്ഡിതന്മാരായ ബ്രാഹ്മണർ സ്തുതിഗീതങ്ങൾ ചൊല്ലുന്നത് അസുരന്മാരാൽ നശിപ്പിക്കപ്പെട്ട സൂര്യൻ്റെ നഷ്ടപ്പെട്ട തേജസ് വീണ്ടെടുക്കുവാൻ സഹായിക്കുന്നു. അവൻ്റെ തേജസ്സിനാൽ അസുരന്മാർ നശിപ്പിക്കപ്പെടുന്നു. അങ്ങനെ സൂര്യൻ ഭഗവാൻ വിഷ്ണുവിൻ്റെ ഒരു പൂർണ്ണ രൂപമാണ്. സൂര്യൻ അതിൻ്റെ ആന്തരിക തേജസ്സോടെ പ്രകാശിക്കുന്നു. ഓംകാരം സൂര്യൻ്റെ പ്രതീകമാണ്. ബ്രാഹ്മണർ സന്ധ്യാപൂജ നടത്തേണ്ടത് നിർബന്ധമാണ്. ആരാണോ വൈകുന്നേരം ആരാധിക്കാത്തവർ അവർ സൂര്യനെ വേദനിപ്പിക്കുന്നു. സപ്തഋഷി നക്ഷത്ര സമൂഹത്തിൻ്റെ വടക്ക് ഭാഗത്ത് ധ്രുവ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നിടത്ത് ഭഗവാൻ വിഷ്ണുവിന് ഒരു വാസസ്ഥലമുണ്ട്. പാപങ്ങളിൽ നിന്ന് മുക്തരും പുണ്യകർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിക്കുന്ന സന്യാസികൾക്ക് മാത്രമേ അവിടെ എത്താൻ കഴിയൂ. പരമമായ ഭക്തനായ ധ്രുവൻ വിഷ്ണുവിൻ്റെ വാസസ്ഥലത്ത് താമസിക്കുന്നു. എല്ലാ നക്ഷത്രങ്ങളും ധ്രുവനെ ആശ്രയിച്ചിരിക്കുന്നു. നക്ഷത്രങ്ങൾ മേഘങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. മേഘങ്ങൾ മഴയെ ആശ്രയിച്ചിരിക്കുന്നു. മഴയെ മുഴുവൻ ലോകത്തിൻ്റെയും പോഷണത്തെ ആശ്രയിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള സർവ്വതും ധ്രുവനെ ആശ്രയിച്ചിരിക്കുന്നു. എല്ലാ പാവങ്ങളെയും നശിപ്പിക്കുന്ന പുണ്യഗംഗയും ഭഗവാൻ വിഷ്ണുവിൻ്റെ വാസസ്ഥലത്തു നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. ധ്രുവൻ ഗംഗയെ തലയിൽ വഹിക്കുന്നു. ചന്ദ്രമണ്ഡലത്തിൽ നിന്നും ഒഴുകുന്ന ഗംഗ മേരുപർവ്വതത്തിൽ പതിക്കുകയും ലോകത്തെ മുഴുവൻ വിശദീകരിക്കാൻ എല്ലാ ദിശകളിലേക്കും ഒഴുകുകയും ചെയ്യുന്നു. ഗംഗാജലത്തിൽ കുളിക്കുന്നത് എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നു. ഗംഗാജലത്തിൽ വഴിപാടുകൾ അർപ്പിക്കുന്നത് മരിച്ച പൂർവികരെ 100 വർഷത്തേക്ക് തൃപ്തിപ്പെടുത്തുന്നു. രാത്രി ആകാശത്ത് നക്ഷത്ര നിബിഡമായ ഓന്തിൻ്റെ രൂപം പോലുള്ള ഭഗവാൻ വിഷ്ണുവിൻ്റെ രൂപം കാണാം. അതിൻ്റെ വാലിൽ ഒരു ധ്രുവ നക്ഷത്രമുണ്ട്. സൂര്യൻ, ചന്ദ്രൻ, മറ്റു ഗ്രഹങ്ങൾ എന്നിവയെല്ലാം ഈ നക്ഷത്ര നിബിഡമായ ഓന്തിൻ്റെ രൂപത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി സ്ഥിതി ചെയ്യുകയും അതിനെ ചുറ്റുകയും ചെയ്യുന്നു. ഉത്ഥാനപാദന്റെ പുത്രൻ ധ്രുവൻ തൻ്റെ തപസ്സുകൊണ്ട് ഭഗവാൻ വിഷ്ണുവിൻ്റെ ഈ രൂപം കണ്ട് സന്തോഷിക്കുകയും അതിൻ്റെ വാൽഭാഗത്ത് സ്ഥിരമായ സ്ഥാനം ചോദിക്കുകയും ചെയ്തു. സൂര്യൻ പോലും ധ്രുവനെ ആശ്രയിച്ചിരിക്കുന്നു. വർഷത്തിൽ 8 മാസം സൂര്യൻ ജലത്തെ ബാഷ്പീകരിക്കുകയും ഈ ബാഷ്പീകരിച്ച ജലം പിന്നീട് 4 മാസം മഴ പെയ്യിപ്പിക്കുകയും മണ്ണിനെ പോഷിപ്പിക്കുകയും ലോകത്തിൻ്റെ മുഴുവൻ പോഷണത്തിനായി വിവിധതരം ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. സൂര്യൻ ബാഷ്പീകരിക്കുന്ന ജലം ചന്ദ്രനെയും പോഷിപ്പിക്കുന്നു. എന്നാൽ ചന്ദ്രൻ സ്വയം ആ ജലം ഉപയോഗിക്കുന്നില്ല. പകരം അത് ആ ജലം മേഘങ്ങൾക്ക് നൽകുന്നു. ശൈത്യകാലത്ത് ചന്ദ്രൻ പുറത്തുവിടുന്ന ഈ ജലം മഞ്ഞും കുളിർമയുമായി ഭൂമിയിൽ പതിക്കുന്നു. സൂര്യൻ ആകാശഗംഗയിൽ നിന്നും, അതായത് ക്ഷീരപഥത്തിൽ നിന്നും വെള്ളം വലിച്ചെടുത്ത് ഭൂമിയിൽ ഉടൻ തന്നെ മഴ പെയ്യിക്കുന്നു. ആ ജലം വളരെ പവിത്രമാണ്. അതിൽ സ്പർശിച്ചാൽ തന്നെ എല്ലാ പാപങ്ങളും നശിക്കും. കൃതിക, രോഹിണി, അദ്ര തുടങ്ങിയ നക്ഷത്രങ്ങളിൽ പെയ്യുന്ന മഴ ആകാശഗംഗയിലെ വെള്ളത്തിൽ നിന്നാണ് വരുന്നത്. പ്രിയരെ, വിഷ്ണു പുരാണത്തിൻ്റെ 5ാം വീഡിയോ ഇവിടെ നിർത്തട്ടെ. ബാക്കി 6ാമത്തെ വീഡിയോയിൽ കാണാം. ഇപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.